അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നമുക്ക് എല്ലാവരും നോക്കൂ. ഹിയർ ഈസ് എ ലെറ്റർ റിട്ടൺ ബൈ അനുഷ്ക. റീഡ് ആൻഡ് ഫൈൻഡ് ഹൗ അനുഷ്ക ഹാസ് ഓർഗനൈസ്ഡ് ഹെർ ലെറ്റർ. അനുഷ്ക ഇവിടെ ലെറ്റർ എഴുതിയിട്ടുണ്ടല്ലേ. ഒരു ലെറ്റർ നിങ്ങൾ കാണുന്നുണ്ടാവും, ലെറ്റർ അല്ലേ. അത് എഴുതിയത് അനുഷ്ക എന്ന കുട്ടിയാണ്. അനുഷ്ക എങ്ങനെയാണ് ലെറ്റർ ഏത് രീതിയിലാണ് എഴുതിയത് എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ലെറ്റർ നോക്കുക. എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതുക, എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതുക, അതിൽ എന്തെല്ലാം ഉൾക്കൊള്ളിക്കണം, അതാണ് ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത്. ഇവിടെ എന്തുണ്ട്, അനുഷ്ക എഴുതിയ ലെറ്റർ ഉണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അതിൻ്റെ ഘടനകൾ നമുക്ക് നോക്കാം. നോക്കൂ, ഫസ്റ്റ് എന്താണ്, സെൻഡേഴ്സ് അഡ്രസ്. ആരാണ് കത്തി എഴുതുന്ന ആള്, അയക്കുന്ന ആൾ ആരാണ്, അയാളുടെ അഡ്രസ്സ് അല്ലേ. ഇവിടെ ആരാണ് അയക്കണത്, അനുഷ്ക അല്ലേ. അനുഷ്ക ഗോൾഡൻ ഹിൽസ് പ്രസ് റോഡ് ഗോവ. ഗോൾഡൻ ഹിൽസ് പ്രസ് റോഡ് ഗോവ, അതാണ് അനുഷ്ക അഡ്രസ്സ് അല്ലേ. ഡേറ്റ്, നെക്സ്റ്റ് എന്താണ്, ഡേറ്റ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ്, ഒരു കത്തിൻ്റെ ഘടനയാണ് കേട്ടോ. കത്തി എങ്ങനെയൊക്കെ ആവും എന്നുള്ളതിൻ്റെ ഒരു ഘടന. നെക്സ്റ്റ് എന്താണ്, ഡേറ്റ് അല്ലേ. ഡേറ്റ് കണ്ടു. പിന്നെ സൊല്യൂട്ടേഷൻ. എന്താ സൊല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ, സൊല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ നമ്മൾ തുടങ്ങൂലേ ഫസ്റ്റ് ഡിയർ അമ്മു, നമ്മളെന്താ മലയാളത്തിൽ പറയാ, അഭിസംബോധനം അല്ലേ. അപ്പോൾ ഡിയർ അമ്മു, നിങ്ങൾക്ക് എന്തും കൊടുക്കുക, ഡിയർ ഫ്രണ്ട് അല്ലേ, അതാണ് സൊല്യൂട്ടേഷൻ. പിന്നെ അങ്ങനെ പോകുന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, പിന്നെ എന്താണ് ആ വിഷയം എങ്ങനെ പറയാം. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ റീച്ച്ഡ് ഗോവ വിത്ത് മൈ പേരൻസ്. വി ആർ സ്റ്റേയിങ് ഇൻ എ റിസോർട്ട്. പിന്നെ ബോഡി ഓഫ് ദി ലെറ്റർ. എന്താണ് ഈ കത്തിൻ്റെ മുഖ്യ ഘടകം എന്താണ്. ദ വെദർ ഹിയർ ഈസ് റിയലി ഗുഡ്. വി ആർ പ്ലാനിങ് ടു ഗോ ടു ദി ബീച്ച് ആൻഡ് ചർച്ച് ടുഡേ. അതാണ് ഇന്നത്തെ വിഷയം അല്ലേ. ബോഡി ഓഫ് ദി ലെറ്റർ, ലെറ്ററിൻ്റെ മുഖ്യ ഘടകം എന്താണ്. പിന്നെ ക്ലോസിങ്, റിഗാർഡിങ് ടു ഓൾ അവർ ഫ്രണ്ട്സ് ദർ, സി യു സൂൺ, ടേക്ക് കെയർ അല്ലേ. ക്ലോസിങ്, ലാസ്റ്റ് ക്ലോസിങ് ഉണ്ടാവും കത്തിൻ്റെ. പിന്നെ സിഗ്നേച്ചർ, എന്താണ് അതിൻ്റെ സിഗ്നേച്ചർ അല്ലേ, ഒപ്പ്. ഓക്കെ, സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഒപ്പിടുന്ന ആളോ, ഒപ്പിട്ടോ അനുഷ്ക. നെക്സ്റ്റ് നോക്കൂ, ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ. The boy in the story, how far is the river, is thrilled after visiting the river. He desired to write a letter to his friend to share his experience. എന്ത് ചെയ്യാണ് നമ്മുടെ കുട്ടി, പുഴ കണ്ട കുട്ടി എന്ത് ചെയ്യാണ്, ഒരു ലെറ്റർ എഴുതാൻ വിചാരിക്കുകയാണ്. ഒരു ലെറ്റർ അവൻക്ക് അവൻ അനുഭവിച്ച എക്സ്പീരിയൻസും കാര്യങ്ങളും അവനക്കുണ്ടായ അനുഭവങ്ങളൊക്കെ എന്ത് വെച്ചാൽ എന്ത് ചെയ്യാണ്, ഒരു പുതിയ ലെറ്റർ ഉണ്ടാക്കാൻ അവൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മുകളിൽ കൊടുത്ത ഒരു മോഡൽ പോലെ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ലെറ്റർ ഉണ്ടാക്കണം. അപ്പോൾ ആരായിരിക്കും എഴുതുക, ആ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ പേരൊക്കെ വെച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ലെറ്റർ ഉണ്ടാക്കുക. ഓക്കെ, സിമ്പിൾ കേട്ടോ. നോക്കൂ, നെക്സ്റ്റ്, പ്രിപ്പയർ എ മാഗസിൻ ഓൺ ദി ടോപ്പിക് സേവ് പ്ലാന്റ് എർത്ത്. You can include the following items in your magazine. എന്ത് ചെയ്യുക, മാഗസിൻ ഉണ്ടാക്കുക. എന്താ, what do you mean മാഗസിൻ, നിങ്ങൾക്കറിയോ എന്താ മാഗസിൻ എന്ന് പറഞ്ഞാൽ, ഒരു പുസ്തകം ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരുപാട് സംഭവങ്ങൾ, കഥകളും കവിതകളും എസ്സേകളും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു ബുക്ക് അല്ലേ, അതാണ് മാഗസിൻ. നോക്കൂ, ഇവിടെ മാഗസിനിൽ എന്തൊക്കെ വേണം നോക്കൂ. മാഗസിൻ്റെ വിഷയം എന്താണ്, എല്ലാ മാഗസിനും ഒരു ടോപ്പിക് ഉണ്ടാവും അല്ലേ. ഇവിടെ ടോപ്പിക് എന്താണ്, പ്രിപ്പയർ എ മാഗസിൻ ഓൺ ദി ടോപ്പിക് സേവ് പ്ലാൻ എർത്ത് അല്ലേ. എന്താണ് സേവ് പ്ലാൻ എർത്ത്, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക അല്ലേ. അതിനെക്കുറിച്ചുള്ള എന്ത് ചെയ്യുക, പോയംസ്, പോസ്റ്റർ, സ്റ്റോറീസ്, സ്ലോഗൻസ്, റിഡിൽസ്, ഡിസ്ക്രിപ്ഷൻ, പെയിൻറ്റിങ്, കോഡ്സ്, വേർഡ്സ് പസിൽ അല്ലേ. ഇതൊക്കെ ഉൾക്കൊള്ളിച്ച് എന്ത് ചെയ്യണം, ഒരു നല്ലൊരു മാഗസിൻ ഉണ്ടാക്കുക അല്ലേ. എല്ലാവർക്കും കഴിയും. നിങ്ങൾക്ക് വലുത് കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ചെറുതെങ്കിലും കഴിയും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം. വളരെ സിമ്പിളാണല്ലേ.
ഒരു പണിയില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പോയം എഴുതുക. ഭൂമിയെക്കുറിച്ചും ഭൂമിയെ സംരക്ഷിക്കാതിരുന്നുള്ള ഭവിഷ്യത്തെക്കുറിച്ചും. അങ്ങനെ നമ്മുടെ ഭൂമിയെ സേവ് ചെയ്യുക, സേവ് നാച്ചർ ഒക്കെ പറ്റും. അപ്പോൾ ഭൂമിയെ സംരക്ഷിക്കുക എന്നൊരു വിഷയത്തിൽ നല്ലൊരു എന്തുണ്ടാക്കുക, ഒരു മാഗസിൻ ഉണ്ടാക്കുക. അതിലെന്തൊക്കെ ഉൾക്കൊള്ളിക്കണം? പോയംസ്, പോസ്റ്ററ്, സ്റ്റോറീസ്, സ്ലോഗൻസ്, റീഡിൽസ്, ഡിസ്ക്രിപ്ഷൻ, പൈൻറ്റിങ്, കോഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം, അതിൽ ഉൾക്കൊള്ളിക്കണം. അങ്ങനെ മനോഹരമായ ഒരു മാഗസിൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങൾ ആക്കുമ്പോൾ ഉണ്ടാക്കിയാൽ സമയമെടുത്ത് എന്നാൽ നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലതുപോലെ എടുത്ത് സൂക്ഷിച്ച് നിങ്ങൾക്ക് എന്താക്കും, വലിയൊരു മുതൽക്കൂട്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉണ്ടാക്കണം. നെക്സ്റ്റ് നോക്കൂ, ഫൈൻഡ് ദ വേർഡ്സ് ദാറ്റ് കൺവേ ദ സെയിം ഐഡിയ ആൻഡ് റൈറ്റ് ദം ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. എന്ത് ചെയ്യാന്നറിയോ? ഫൈൻഡ് ദ വേർഡ്സ് ദാറ്റ് കൺവേ ദ സെയിം ഐഡിയ ആൻഡ് റൈറ്റ് ദം ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. വാക്കുകൾ കണ്ടെത്തുക. എങ്ങനത്തെ വാക്കുകളാണ്? സെയിം ആയിട്ട് അർത്ഥം വരുന്ന വാക്കുകൾ, അല്ലെങ്കിൽ സെയിം ആയിട്ട് അതിൻ്റെ വേർഡ്സൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷേ അതിൻ്റെ മീനിങ് ഒരേ ഐഡിയ, ഒരേ ആശയമായിരിക്കും. അങ്ങനത്തെ വാക്കുകൾ കണ്ടെത്തുക. ഉദാഹരണത്തിന് നോക്കൂ, വോക്ക് എന്താ? നടക്കുക. മാർച്ച് എന്നല്ലോ, ഏകദേശം അല്ലേ, സെയിം ഐഡിയ. മാർച്ച് നടത്തൂല നമ്മൾ, ഇങ്ങനെ വരിയായിട്ട് മാർച്ച് നടത്തൂലേ, മാർച്ച്. സ്ട്രൈഡ് പറഞ്ഞല്ലോ, ഏകദേശം അതേ അർത്ഥമാണ്. ഏകദേശം വാക്ക്, മാർച്ച്, സ്ട്രൈഡ് അതൊക്കെ സെയിം മീനിങ് ആണ്. ഏകദേശം ഒരു സെയിം മീനിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ മീനിങ്ങിനോട് അടുത്ത് ഏകദേശം അങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതണം. അങ്ങനത്തെ വാക്കുകൾക്ക് എന്താ പറയുക, നമുക്ക് നോക്കുക. ആ സൈഡ് കള്ളിയിൽ നോക്കൂ, സിനോണിം. എന്താ നോക്കുക? സിനോണിം. നോക്കൂ, എ വേർഡ് ഓർ ഫ്രൈസ് which has the same or nearly the same meaning as that of another word. എന്ത് ചെയ്യുക? a word or phrase which has the same or nearly the same meaning as that of another word. ഒരു മറ്റു വാക്കിനോട് ഏകദേശം എന്ത് ചെയ്യുക, ഒരു സാമീപ്യം ഉണ്ടാവുക. ഒരു മീനിങ്ങിൽ ഒരു ഏകദേശം എന്തുണ്ടാവും, ഒരു ചെറുതായിട്ട് അടുപ്പുണ്ടാവും. അങ്ങനത്തെ വാക്കുകളാണ് എന്ത്? സിനോണിം. ഓക്കെ, ഒരു വാക്കിൻ്റെ ആശയത്തോട് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങിനോട് അടുത്ത് നിൽക്കുന്ന വാക്കാണ് സിനോണിം എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ എന്ത് പറഞ്ഞ നമ്മൾ? പര്യായ പദം പറഞ്ഞില്ല, പര്യായ പദം കേട്ടോ, അതാണ് സിനോണിം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം നോക്കാം അല്ലേ. വാക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ആസ്ക്, ഡിസൈഡ്, സ്റ്റോപ്പ്. അതിനൊക്കെ എന്ത് ചെയ്യണം, അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റോപ്പിന് ഉദാഹരണം, സ്റ്റോപ്പിന് എന്ത് പറയാം നമ്മൾ? പിന്നെ എൻഡ് അല്ലേ, പറ്റും. എൻഡ്, സ്റ്റോപ്പിന് എൻഡ് എന്ന് പറ്റും. അതുപോലെ എന്ത് ചെയ്യുക, ഡിസൈഡിന് എന്ത് പറ്റുക? ഡിസൈഡ്, ഡിറ്റർമൈൻ പറ്റും അല്ലേ. ഡിസൈഡിന്. ആസ്കിന് എന്ത് പറ്റും? ആസ്കിന് റിക്വസ്റ്റ് പറ്റും. അപ്പോൾ അതുപോലെ വ്യത്യസ്തമായ വാക്കുകൾ ഇനിയും ഉണ്ട്. അതെന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നല്ലപോലെ ആലോചിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ സിനോണിം മനസ്സിലായില്ലേ? ഒരു വാക്കിനോട്, ഒരു വാക്കിൻ്റെ മീനിങ്ങിനോട് അല്ലേ അതേ സെയിം അർത്ഥം വരുന്ന വാക്കുകളാണ് എന്ത്? സിനോണിം, പര്യായ പദം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ്. താഴെയുള്ള സെൻറ്റൻസ് നോക്കൂ. ദ ബോയ് വാക്ക്ഡ് അലോങ് ദി പാത്ത്. ദ ബോയ് വാക്ക്ഡ് അലോങ് ദി പാത്ത്. കുട്ടി എന്ത് ചെയ്തു? ഒരു വഴിയിലൂടെ നടന്നു. ദ സ്റ്റഡി ബോയ് വാക്ക്ഡ് അലോങ് ദി സ്റ്റോണി പാത്ത്. ദ സ്റ്റഡി ബോയ്, ആ ബോയ് എന്തായി? സ്റ്റഡി ബോയ് ആയി അല്ലേ. മുകളിലുണ്ടായ പാത്ത്, വഴി എന്തായി? സ്റ്റോണി പാത്തായി മാറി. ദ യങ് ബാർഫൂട്ടഡ് സ്റ്റഡി ബോയ് വാക്ക്ഡ് അലോങ് ദി സ്റ്റോണി പാത്ത്. ഒന്ന് നോക്കൂ, ABC 3 വരികളുണ്ട്. ഒന്ന് നോക്കൂ. ഒന്നാമത് ദ ബോയ് വാക്ക്ഡ് അലോങ് ദി പാത്ത്. ഏല എന്താണ്? ദ ബോയ് വാക്ക്ഡ് അലോങ് ദി പാത്ത്. ദ ബോയ് വാക്ക്ഡ് അലോങ് ദി പാത്ത്. ദ ബോയ് വാക്ക്ഡ് അലോങ് ദി പാത്ത്. സാധാ കുട്ടി എന്ത് ചെയ്തു? ഒരു വഴിയിലൂടെ
നടന്നുപോയി. ആ ബോയ് ബി ആവുമ്പോൾ എന്തായി? സെക്കൻഡിൽ നോക്കൂ, ഇത് സ്റ്റേഡി ബോയ് ആയി. സ്റ്റേഡി ബോയ് അല്ലേ? സ്റ്റേഡി ബോയ് ആയി മാറി. അതുപോലെ എന്തായി മാറി? പാത്ത് എന്തായി മാറി? സ്റ്റോണി ആയി അല്ലേ? സ്റ്റോണി കണ്ടങ്ങൾ, സ്റ്റോണി പാത്തായി അല്ലേ? ഇനി നോക്കൂ, ദ യങ് ബാർഫൂട്ടഡ് സ്റ്റേഡി ബോയ്. ആ സ്റ്റേഡി ബോയ് എന്തായി മാറി? ദ യങ് ബാർഫൂട്ടഡ് സ്റ്റേഡി ബോയ് ആയില്ലേ? വാക്കഡ് അലോങ് ദി സ്റ്റോണി പാത്ത്. ഇനി നോക്കൂ, ആ കള്ളിയുള്ള നോക്കൂ. Which words describe nouns or pronouns are termed as describing words or adjectives? നോക്കൂ, the words which describe nouns or pronouns are termed as a describing words or adjectives. എന്താണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, നൗൺ എന്ന് പറഞ്ഞാ സാധാ പേര് അല്ലെങ്കിൽ പ്രോനൗണ്. എന്താ? വേർഡിനെ അറിയിക്കാൻ വേണ്ടി പകരം വരുന്ന നൗണ് അഥവാ ഹി, ഷീ അല്ലേ? അതാണ് പ്രോനൗണ്. നിങ്ങൾക്ക് അറിയിക്കാറില്ലേ? ഈ വാക്കുകളെ ഡിസ്ക്രൈബ് ചെയ്യാനും വരുന്ന വാക്കുകളാണ് എന്ത്? അഡ്ജക്റ്റീവ്സ്. എന്താണ്? അഡ്ജക്റ്റീവ്. സ്റ്റേഡി ബോയ്, സ്റ്റേഡി എന്നുള്ള എന്താണ്? അഡ്ജക്റ്റീവാണ്. ബോയ് എന്നതിൻ്റെ അഡ്ജക്റ്റീവാണ് സ്റ്റേഡി അല്ലേ? അതേപോലെ സ്റ്റോണി പാത്ത് എന്താണ്? പാത്തിൻ്റെ അഡ്ജക്റ്റീവാണ് സ്റ്റോണി, അഡ്ജക്റ്റീവ്. അപ്പോൾ ഒരു നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ വിശദീകരിക്കുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ്. എന്താണ്? അഡ്ജക്റ്റീവ്. ഇനി നോക്കൂ, പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യന്, which sentence tells you more about place and boy? Which sentence tells you more about place and boy? കുട്ടിയെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും ഒരുപാട് പറയുന്ന സെൻറ്റൻസ് ഇതിൽ ഏതാണ്? തീർച്ചയായിട്ടും ഏതാണ്? മൂന്നാമത്താണ് അല്ലേ? സെൻറ്റൻസ് സി ആണ്. ഇനി രണ്ടാമത്തെ, സർക്കിൾ ദി വേർഡ്സ് ദാറ്റ് ഗിവ് യു മോർ ഇൻഫർമേഷൻ. കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വാക്കുകൾ എന്ത് ചെയ്യുക? റൗണ്ട് ഇടുക. ഏതൊക്കെയാണ്? ഇല്ലേ, ആ കുട്ടിയെ യങ് ബാർഫൂട്ടഡ് അല്ലേ? അതേപോലെ സ്റ്റേഡി, പിന്നെ സ്ട്രോങ് പാത്ത്. ഇതൊക്കെ എന്താണ്? കൂടുതൽ എന്ത് ചെയ്യും? നമുക്ക് ഇൻഫർമേഷൻ തരും അല്ലേ? ആ വാക്കുകളാണ് അത്. ഓക്കെ, നെക്സ്റ്റ്, ഹിയർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദി സ്റ്റോറി ഹൗ ഫാർ ദ റിവർ. റീഡ് ഇറ്റ് കെയർഫുള്ളി. അല്ലേ, നമ്മുടെ പിന്നെ പാഠഭാഗത്തിൽ ചെറിയൊരു ഭാഗമുണ്ട്, എന്ത് ചെയ്യുക? അതൊന്ന് വായിക്കാം അല്ലേ? A trickle of water came from hillside and the boy stopped to drink. The water was cold and sharp, but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. Now pick out describing words and naming words from the extract and stick them on the bags given below. One each has been done for you. നോക്കൂ, എന്ത് ചെയ്യുക? നിങ്ങളിത് വായിച്ചിട്ട് നൗ പിക്ക് ഔട്ട് ഡിസ്ക്രൈബിങ് വേർഡ്സ്. ഒരു വസ്തുവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളും നൈമിങ് വേർഡ് എന്തിനെയാണോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതെന്ത് ചെയ്യുക? നിങ്ങൾ എഴുതുക. നോക്കൂ, ഉദാഹരണം നോക്കൂ, അപ്പം മനസ്സിലാവും. ഡിസ്ക്രൈബിങ് വേർഡ് കോൾഡ്, എന്താ? തണുപ്പ്. നൈമിങ് വേർഡ് വാട്ടർ. അപ്പോൾ കോൾഡ് വാട്ടർ അല്ലേ? കോൾഡ് വാട്ടർ. ഡിസ്ക്രൈബിങ് വേർഡ്, നൈമിങ് വേർഡ്. കണ്ടില്ലേ നിങ്ങൾ? ഡിസ്ക്രൈബിങ് വേർഡ് മനസ്സിലായില്ലേ? കോൾഡ്. നൈമിങ് വേർഡ് വാട്ടർ. അതുപോലെ എന്ത് ചെയ്യുക? വ്യത്യസ്തമായ വാക്കുകൾ എന്തുണ്ട് ഈ ഒരു പാരഗ്രാഫിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് എന്ത് ചെയ്യുക? ഇപ്പോൾ ഡസ്റ്റി എന്താണ്? പൊടി. പാത്ത് പറഞ്ഞാൽ വഴി. അപ്പോൾ ഡസ്റ്റി പാത്ത് അല്ലേ? അതിലുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ ഡിസ്ക്രൈബിങ് വേർഡ്സും
നൈമിങ് വേർഡ്സും എഴുതുക അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കൂ. റീഡ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പാത്ത് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് ദി വേർഡ് ഇൻ ബോൾഡ്. റീഡ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പാത്ത് ആൻഡ് ടേക്ക് എ നോട്ട് ഓഫ് ദി വേർഡ് ഇൻ ബോൾഡ്. എന്ത് ചെയ്യുക? ഈ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, വഴിയെക്കുറിച്ചുള്ള ഈ ഡിസ്ക്രിപ്ഷന് വായിക്കുക. എന്നിട്ടോ അതിൽ പിന്നെ ബോൾഡായി കൊടുത്തിട്ടുണ്ട് അല്ലേ, കട്ടി കൂടി കൊടുത്തിട്ടുണ്ട് കുറച്ച് വാക്കുകൾ. അതൊന്നും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. നോക്കൂ. ദ പാത്സ് ടു അല്ലേ, ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി ദെൻ റോസ് ആൻഡ് വെൻറ്റ് റൗണ്ട് ദ ബിഗ് മൗണ്ടെയിൻ. പിന്നെ അങ്ങനെ പോകുന്നുണ്ട്. ബൈ ദി വില്ലേജസ്, ബിയോണ്ട്, നിയർ. കണ്ടങ്ങൾ ഇതൊക്കെ കണ്ടില്ലേ? ഇനി നോക്കൂ. വിച്ച് വേർഡ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പാത്ത് ആൻഡ് ദി റിവർ അല്ലേ? വിച്ച് ഷോസ് വേർഡ് ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ പാത്ത് ആൻഡ് ദി റിവർ. ദ വേർഡ് ടു. വേർഡ്സ് ലൈക്ക് ടു, ഇൻ ടു, ബിയോണ്ട് എക്സെട്ര ആർ പ്രിപ്പോസിഷൻ. എന്താണ് ഇവിടെ നമ്മൾ പറയണത്? എന്താ അറിയോ? പ്രിപ്പോസിഷനാണ്. എന്താണ് പ്രിപ്പോസിഷൻ? എന്താ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനെ മറ്റൊന്നിനോട് കൂടി എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഇപ്പോൾ നോക്കൂ. ദി പാത്ത് ടു ദി റിവർ, വഴി എങ്ങോട്ടുള്ള? ടു ദി റിവർ, വഴി ടു ദി റിവർ എങ്ങോട്ട്? പുഴയിലേക്കുള്ള. പിന്നെ സ്റ്റീപ്ലി ഇൻ ടു ദി വാലി, ഇൻ ടു ദി. അപ്പോൾ ഒരു വാക്ക്, ആ വാക്ക് എന്ത് ചെയ്യും? മറ്റൊന്നിനോട് ചെറിയ കണക്ഷൻ ഉണ്ടാവും, ഒരു കണക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഐ വെൻറ്റ് ടു ദി സ്കൂൾ. ഐ വെൻറ്റ് എന്താ? ഞാൻ പോയി. ടു ദി സ്കൂൾ, അവിടെ ടു എന്താണ്? പ്രിപ്പോസിഷൻ. ഇംഗ്ലീഷ് എന്ത് പറയും? പ്രിപ്പോസിഷൻ. എന്താണ്? പ്രിപ്പോസിഷൻ. ഇവിടെ എന്തുണ്ട്? ഈ ബോൾഡ് ആയി കൊടുത്തൊക്കെ എന്താണ്? ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻ എന്ന് പറയും. അഥവാ ഒരു വാക്കിനെ മറ്റൊരു വാക്കിനോട് കണക്ട് ചെയ്യുക, മറ്റൊരു വാക്കിനോട് കണക്ട് ചെയ്യുക. ആ വാക്കുണ്ടെങ്കിൽ എന്താവുള്ളൂ? അവിടെ ഒരു എന്താവുള്ളൂ? കണക്ഷൻ കിട്ടുള്ളൂ. ഇനി നോക്കൂ. ഇവിടെ വിച്ച് വേർഡ്സ് ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ ദ പാത്ത് ആൻഡ് ദ റിവർ. ഏതാണ്? ഏത് വാക്കാണ് പിന്നെ റിലേഷൻ ബിറ്റ്വീൻ പാത്ത് ആൻഡ് ദ റിവർ അല്ലേ? വഴിൻ്റെയും റിവറിനെയും ബന്ധിപ്പിക്കുന്ന, അത് തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന വാക്ക് ഏതാ? ദ പാത്ത് ടു ദി റിവർ അല്ലേ? ടു ആണ്. അപ്പോൾ അതുപോലെ എല്ലാത്തിനും എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ വാക്കുകളാണ് പ്രിപ്പോസിഷൻ. ഓക്കെ ആണോ? ഇത് നോക്കൂ, പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ. സപ്ലൈ ദ മിസ്സിംഗ് പ്രിപ്പോസിഷൻ ഓൺ ദി സൈൻ ബോർഡ്. ഇപ്പോൾ കറക്റ്റ് മനസ്സിലാവും. നോക്കൂ. ഡോണ്ട് പാർക്ക്, ഡു നോട്ട് പാർക്ക്, ഡബിൾ യെല്ലോ ലൈൻസ്. ഡോണ്ട് പാർക്ക്, ഡു നോട്ട് പാർക്ക്. ഓക്കെ. ഡു നോട്ട് പാർക്ക് അവിടെ എന്താ വരിക? അവിടെ എന്താ വരിക? എന്തായിരിക്കും? എന്തായിരിക്കും? ആ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത് അതാണ് പ്രിപ്പോസിഷൻ. ഓക്കെ. ഡു നോട്ട് പാർക്ക് ഓൺ ഡബിൾ യെല്ലോ ലൈൻസ് അല്ലേ? ഓൺ എന്നാണ്. ON, ഓൺ. അതാണ് അവിടെ, അതാണ് അവിടുത്തെ പ്രിപ്പോസിഷൻ. ഇനി നോക്കൂ. ഡോണ്ട് ഡ്രൈവ് അവിടെ എന്തായിരിക്കും? ഇൻ. എന്താണ്? ഇൻ ദി പാർക്ക്. ഡോണ്ട് ഡ്രൈവ് ഇൻ ദി പാർക്ക്. പിന്നെയോ വാക്ക് ദി റൈറ്റ്, ഡ്രൈവ് ദി ലെഫ്റ്റ്. എന്തായിരിക്കും? വാക്ക് അലോങ് ദി റൈറ്റ്, ഡ്രൈവ് അലോങ് ദി ലെഫ്റ്റ്. അലോങ് എന്നുള്ള ആ വാക്കാണ് അവിടെ പ്രിപ്പോസിഷൻ. ഇനി നോക്കൂ. കീപ് അവേ വൈൽഡ് അനിമൽസ്. കീപ് അവേ എന്തായിരിക്കും? കീപ് അവേ ഡാഷ് വൈൽഡ് അനിമൽസ്. എന്താണ് അവിടെ? കീപ് അവേ ഫ്രം വൈൽഡ് അനിമൽസ്. കീപ് അവേ ഫ്രം വൈൽഡ് അനിമൽസ്. ഹൈലി ഇൻഫ്ലമബിൾ ഹാൻഡിൽ. എന്താണ്? ഹാൻഡിൽ വിത്ത് കെയർ. വിത്ത് എന്നുള്ളതാണ് അവിടെ പ്രിപ്പോസിഷൻ കേട്ടോ. പിന്നെ ബിവെയർ. എന്താണ്? ബിവെയർ ഓഫ് ഡോഗ്സ്. ബിവെയർ ഓഫ് ഡോഗ്സ്. ബിവെയർ ഓഫ് ഡോഗ്സ് കേട്ടോ.
ഓഫ് ആണ് അവിടെ എന്ത് പ്രിപ്പോസിഷൻ. നോക്കൂ, ലുക്ക് at the picture and write paragraph using prepositions. The first sentence is given for you. എന്ത് ചെയ്യുക, ഈ പിക്ചേഴ്സ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പാരഗ്രാഫ് എഴുതുക. യൂസിങ് പ്രിപ്പോസിഷൻസ് എന്ത് വേണം, ഇപ്പം നമ്മൾ ഉപയോഗിച്ച അങ്ങനത്തെ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല ഈ പിക്ചർ കണ്ടിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു പാരഗ്രാഫ് എഴുതുക. എന്ത് വേണം അതിൽ, പ്രിപ്പോസിഷൻസ് വേണം. ഓക്കെ, ഉദാഹരണം അതിൽ കൊടുക്കണം. നമുക്ക് നോക്കുക, എക്സാമ്പിൾ നോക്കുക. An old man is sitting on a bench. അല്ലേ? ഓൺ എന്നുള്ള എന്താണ്, പ്രിപ്പോസിഷനാണ്. അതുപോലെ അങ്ങനത്തെ പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് ഈ പിക്ചറിനെ കുറിച്ച് എന്ത് ചെയ്യുക, ഒരു ചെറിയ വിവരണം എഴുതുക. അതിലെന്ത് വേണം, പ്രിപ്പോസിഷൻ ഉൾക്കൊള്ളണം. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഈ പാഠത്തിലെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉഷാറായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, പഠിക്കുക. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.